ഓക്കെ, ഈ ശ്വാസം വലിക്കുന്ന വോയിസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അല്ല കേട്ടോ, വല്ലാത്ത തണുപ്പാണ് അവിടെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ് ഓഫ് കാശ്മീർ സീരീസ്. ഇപ്പോൾ സമയം രാവിലെ 11 ആയിട്ടുണ്ട്. തണുപ്പിന് യാതൊരു കുറവുമില്ല. समीर जी खोल दो कि अच्छा सॉरी ठीक है Thank you. ऐसे कैसे खोलना था? ठीक है स्लाइड चलो രാവിലത്തെ വ്യൂ വളരെ മനോഹരമായിരുന്നു, ദാൽ ലേക്കും അതിന്റെ ചുറ്റുപാടും ഒക്കെ. ഷിക്കാരയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പുറത്ത് കിടക്കണമല്ലോ. शिकारा राइड हम करेंगे शाम को, सीनरी देखेंगे। अभी कहाँ जा रही है? अभी हम जाएंगे शंकराचार्य। आर यू रेडी? അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ യാത്ര ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. നമ്മുടെ ഷിക്കാര ബയ്യ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കാശ്മീരി കാവയുമായി ഒരാൾ വന്നിരുന്നു. എനിക്ക് കാവ അത്ര ഇഷ്ടമല്ലാത്തതിൽ അനീത മാത്രമേ കുടിച്ചുള്ളൂ. അവൾക്കത് നല്ല ഇഷ്ടമാണ്. ബദാം, റോസ് പെറ്റൽ, സ്പൈസസ്, ഷുഗർ, വാൾനട്ട് ഒക്കെ ഇട്ട്. कोई बात नहीं। शाम को शिकारा राइड से ही है, सनसेट का भी टाइम होता है ना, बहुत सुंदर लगता है। मैं और जब मेरी फ्रेंड आते थे ना, जब मेरी मम्मी बनाती है इतने बादाम डालती है। कश्मीर की कली बनाई हुई है, कृष्णा कश्मीर की कली। आगे आगे जा। അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി. ഇനി എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഗട്ട് നമ്പർ 11 അടുത്തുള്ള നാദു സ്വീറ്റ്സിൽ കയറി പൊറോട്ട കഴിച്ചു. ഇനി യാത്ര ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. ശ്രീനഗറിൽ നിന്നും 1000 അടി ഉയരത്തിലാണ്. കോപാദ്രി ഹിൽ അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീ ശങ്കരാചാര്യ മലയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഗഡ് നമ്പർ 15 നിന്നും 5 കിലോമീറ്ററിനടുത്ത് പോയി കഴിഞ്ഞാൽ അമ്പലമെത്തി. അമ്പലം എത്തുന്നതിന് മുന്നേ വണ്ടി നിർത്തണം. എന്നിട്ട് 200 മീറ്ററിന്റെ അടുത്ത് നടക്കാനുണ്ട്. അർദ്ധസൈനിക വിഭാഗത്തിന്റെ ചെക്കിങ്ങിനു ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. കാശ്മീരിലെ ഒരുപാട് ഹിന്ദു ആരാധനാലയങ്ങൾ ഒരു സമയത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുകളിലേക്ക് 240 സ്റ്റെപ്പിനടുത്തുണ്ട്. പതിയെ 20 മിനിറ്റിനുള്ളിൽ കയറാം. ശ്രീനഗറിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവജിയാണ്. കേരളത്തിലെ കാലടിയിൽ നിന്നും പുറപ്പെട്ട ആദി ശങ്കരാചാര്യരുടെ കാലടി പതിഞ്ഞതോടെയാണ് ശ്രീനഗറിലെ ചേതേശ്വര ക്ഷേത്രം ശങ്കരാചാര്യ ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇവിടെ നോക്കിയാൽ ദാൽ ലേക്കിന്റെ കുറച്ചു ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. ശ്രീനഗറിലെ സബർമാൻ മലനിരകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതുന്നു. ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യ പരാമർശം നടത്തിയത് കൽഹണനാണ്.
ഈ കാണുന്നതാണ് ഗൗരിക്കുണ്ട്, ചെറിയൊരു തീർത്ഥക്കുളം. പക്ഷേ വെള്ളമൊന്നും കണ്ടില്ല. പാർവതി ദേവി ഇവിടെ തപസ് ചെയ്തതായി വിശ്വസിക്കുന്നു. ശങ്കരാചാര്യ ക്ഷേത്രത്തിന്റെ അനുഗ്രഹങ്ങളോടെ ഈ മനോഹരമായ ശ്രീനഗർ കാഴ്ചയോടൊപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ਬਸ ਇੱਕੋ ਮੰਗੀ ਰੱਬ ਤੋਂ ਮੰਗੀ ਤੇਰੀ ਖੈਰ ਕੁੜੇ ਸਾਡਾ ਕਸੂਰ ਸੀ